പാലക്കാട് ഞെട്ടിച്ചുകൊണ്ട് എൽ ഡി എഫ് ആണ് കയറി വന്നിരിക്കുന്നത്. പാലക്കാട് എൽ ഡി എഫ് കയറി വന്നത് വല്ലാത്തൊരു ഞെട്ടിക്കൽ തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം NDA ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ കയറി വരികയാണെങ്കിൽ സാധ്യതയുള്ളത് UDF ആണ്. എന്നാൽ UDF അല്ല, LDF പാലക്കാട് കോട്ട പിടിച്ചെടുക്കാൻ തയ്യാറായി LDF വന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം പാലക്കാട് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ അവിടെ LDF അതിന്റെ മുന്നേറ്റം തുടരുന്നു. LDFന്റെ മുന്നേറ്റം പാലക്കാട് തുടരുന്നു എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് LDF. അപ്പോൾ പാലക്കാട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ LDF, തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ LDF. ഈ രണ്ട് കോർപ്പറേഷനുകളിലും LDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അല്പം മാറി പറഞ്ഞു 6 എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. LDF 6, NDA 6 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. UDF 4 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം റോജി പറഞ്ഞതുപോലെ അത് അത്ര ആശ്വാസകരമായിട്ടുള്ള വാർത്തയല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പാലക്കാട് ബലാബലമാണ്. 6 എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഷൊർണൂര് അവിടെ BJP മുന്നിട്ട് നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. LDF 15, അവിടെ 18 ആണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വരുന്നത്. അവിടെ 15 സീറ്റിൽ LDF, NDA 12 സീറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരത്തിലാണ്. ഇനി പത്തനംതിട്ട UDFന്റെ ഒരു ഉരുക്കു കോട്ട തന്നെയായിരുന്നു. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി UDF തിരിച്ചുപിടിക്കുന്നു. തിരുവല്ല മുനിസിപ്പാലിറ്റി UDF നിലനിർത്തുന്നു. പന്തളത്ത് ബലാബലം. പന്തളം ഒന്ന് നോക്കേണ്ടതുണ്ട്. പന്തളത്തെ നിലവിലെ അവസ്ഥ LDF 3, UDF 3, NDA 3. വളരെ കൗതുകരമായിട്ടുള്ള ഒരു ഫിഗർ. 3 അത് കൊള്ളാവുന്ന ഒരു നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബലാബലം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് 3-3-3 എന്ന് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പാലക്കാടിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. LDF ആണ് പാലക്കാട് ലീഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ശക്തമായ തിരിച്ചടിയാണ് NDAക്ക് ഏറ്റിരിക്കുന്നത്. UDFനും ശക്തമായ തിരിച്ചടിയാണ്. ചില ആളുകളൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല ചോദ്യങ്ങളും അവിടെ ഉയരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ തന്നെ പാലക്കാട് ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല.